ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red Carpet. Stay tuned for your favorite celebrity. Hi, hello, നമസ്കാരം ആൻഡ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ് വിത്ത് മീ RJ അനാമിക. ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് 2021 മിസ് ട്രാൻസ് ഗ്ലോബലിലെ ടൈറ്റിൽ വിന്നറായ ശ്രുതി സിതാരയാണ്. ശ്രുതി ചേച്ചി, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. താങ്ക് യു സോ മച്ച് അനാമിക. ഓക്കെ, അപ്പോൾ ചേച്ചി 2021 മിസ് ട്രാൻസ് ഗ്ലോബൽ ആയിരുന്നല്ലോ. അപ്പോൾ മോഡലിംഗ് എന്ന പ്രൊഫഷനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആഗ്രഹത്തോടെ ചൂസ് ചെയ്തതാണോ അതോ യാദൃശ്ചികമായിട്ട് ഈ ഒരു രംഗത്തേക്ക് എത്തിപ്പെടുകയായിരുന്നോ? ഞാൻ മോഡലിംഗിലേക്ക് വളരെ യാദൃശ്ചികമായിട്ട് എത്തിപ്പെടുത്തായിരുന്നു. എനിക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ആക്ടിങ് ആയിരുന്നു. സത്യം പറഞ്ഞ ആക്ടിങ്ങിലേക്ക് എത്താനായിട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ടായിരുന്നു ഞാൻ മോഡലിംഗ് ആദ്യം കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് മോഡലിംഗ് സ്റ്റാർട്ട് ആകുന്നത്. പിന്നെ അവിചാരിതമായിട്ട് രഞ്ജുമ്മ ഏജന്റ് ഉണ്ട്, നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും, നിനക്ക് പറ്റും, അങ്ങനെയൊക്കെ ബൂസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്, മിസ് ട്രാൻസ് ഗ്ലോബലിലേക്ക്. ഫൈനലി അത് ഫോൺ ചെയ്തു. ഐ എം സോ ഹാപ്പി. ഓക്കെ, ഭയങ്കര സന്തോഷമാണല്ലേ ഇപ്പോ? അതെ. ഓക്കെ, ഇപ്പൊ ചേച്ചി നിരവധി ഷോർട്ട് ഫിലിമുകളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പരസ്യ ചിത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് എത്തണം എന്ന ആ ഒരു ആഗ്രഹം എത്രത്തോളം വലുതാണ്? എന്ത് തരം കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ടാണ് കൂടുതൽ താല്പര്യം? എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ടും താല്പര്യമുള്ള ആളാണ്. ഇപ്പൊ ബിഗ് സ്ക്രീനില് ഈ വർഷം ഒരു റിലീസ് ഉണ്ടാവും. ശ്രീനാഥ് ബാസിയുടെ കൂടെയുള്ള ഒരു അൺടൈറ്റിൽഡ് ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതിന്റെ ഡബിങ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഹോപ്പ്ഫുള്ളി 2025 തന്നെ ഫസ്റ്റ് ഫിലിം ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റിലാണല്ലേ? ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഓക്കെ, അപ്പൊ ചേച്ചി ഒരു ട്രാൻസ്ജെൻഡർ വനിത എന്ന നിലയിൽ ഇത്തരം ഒരു മേഖലകളിലേക്ക് എത്തുക എന്നത് ശ്രമകരമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഓർക്കുമ്പോൾ ആ ഒരു ജേണിയെ പറ്റി എന്ത് തോന്നുന്നു? എതിർത്ത് നിന്നവരെയും ഒപ്പം നിന്നവരെയും ഒരുപോലെ ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ജേണി എന്ന് വെച്ചാൽ വളരെ ടഫായിരുന്നു. ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് കൂടെ ചേർത്ത് പിടിച്ച് നിർത്തിയ ആൾക്കാരെ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് എന്നുള്ളതാണ്. വന്ന വഴികളിൽ എന്നെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളെ പോലും ഞാൻ ലൈഫിൽ മറക്കത്തില്ല എന്നുള്ളതാണ്. എല്ലാവരോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും എപ്പോഴും. ഓക്കെ, ഇപ്പൊ ചേച്ചി ഒരു വ്യക്തി എന്ന നിലയിലെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ തോന്നിയ തിരിച്ചറിവിന്റെ ഭാഗമാണല്ലോ ഇന്നത്തെ ശ്രുതി സിതാര എന്ന് പറയുന്നത്. അത് വലിയൊരു ട്രാൻസിഷൻ പീരീഡ് ആയിരിക്കണം. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് എന്ന് വെച്ചാൽ നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാകുന്ന ഒരു സമയം മുതൽ മേ ബി ഒരു 12-13 ആ ഒരു സമയം, ആ ഒരു ഏജ് ടൈമിലൊക്കെ ആയിരിക്കും നമുക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്നത് ഒരു റോങ് ബോഡിയിലാണ് എന്നുള്ള സോ അതിനുശേഷം നമ്മള് ഭയങ്കരമായിട്ടൊരു ട്രാപ്ഡ് ആയി പോയി എന്നുള്ളൊരു ഫീലൊക്കെ നമുക്ക് പല സിറ്റുവേഷൻസിലും ഉണ്ടാവും. ഈ ഗെയിംസ് ടൈം ഒക്കെ ആവുമ്പോ പ്രത്യേകിച്ച് എനിക്ക് ഉണ്ടാകുന്നത് ഗെയിംസ് ടൈം ഒക്കെ ആവുമ്പോ, അല്ലെങ്കിൽ ഇങ്ങനെ ഗേൾസ് ബോയ്സ് ഒക്കെ ഇങ്ങനെ തരം തിരിച്ച് ഓരോ പരിപാടികൾക്ക് കൊണ്ടുപോയില്ല ടീച്ചേഴ്സ്. അങ്ങനത്തെ ഇത് വരുമ്പോ അങ്ങനത്തെ പല പല സിറ്റുവേഷൻസിൽ എനിക്ക് ഫീലായി തുടങ്ങുന്നുണ്ടായിരുന്നു. ലൈക്ക് ഞാനൊരു പെൺകുട്ടിയായിട്ട് ജനിക്കേണ്ട ഒരാളായിരുന്നു. ദിസ് ഈസ് നോട്ട് മൈ കംഫോർട്ട് സോൺ, അല്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് മൈ സ്പേസ് എന്നുള്ളത് എനിക്ക് പലപ്പോഴും ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെയാണ് ഈ ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നത്. അപ്പോഴും നമുക്ക് ട്രാൻസ്ജെൻഡർ അങ്ങനത്തെ ഒരു പദമോ അങ്ങനത്തെ ഒരു പോസിബിലിറ്റിയോ അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. സോ ഞാൻ ഡിഗ്രിക്ക് കൊച്ചിയിലേക്ക് വരുമ്പോഴാണ് ഇതിനെ എന്താ പറയാ ട്രാൻസ് വ്യക്തികളെ നേരിട്ട് കാണുന്നത്. ഇങ്ങനത്തെ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്, ഇങ്ങനത്തെ ആളുകൾ വർക്ക് ചെയ്ത് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാകുന്നത് ഇവിടെ കൊച്ചിയിൽ വന്നിട്ടാണ്. സോ അങ്ങനെയാണ് ഞാൻ പിന്നീട് അങ്ങ് തീരുമാനം എടുക്കുന്നത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ഞാൻ തുറന്ന് ആരോടും പറയൂല. ആകെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആൾക്ക് മാത്രം അറിയായിരുന്നു. ആള് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കം ഔട്ട് നടത്തുന്ന സമയത്തും ഞാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് സീക്ക് ചെയ്തിട്ടുണ്ടെന്ന് എന്റെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സിന്റെ അടുത്താണ്. കാരണം അവര് കുറച്ചുകൂടി ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചത്. അവരെല്ലാം എന്റെ കൂടെ തന്നെ നിന്നു. കാരണം ഞാനൊരു ഭയങ്കര വലിയൊരു ഹോം വർക്ക് ചെയ്തിട്ടാണ് കം ഔട്ട് ചെയ്യുന്നത്. കാരണം
എനിക്ക് അപ്പൊ വരെയും ഉണ്ടായിരുന്ന ആളുകളൊക്കെ അങ്ങനെ തന്നെ വേണമായിരുന്നു. ആരെയും ഞാൻ കമ്മൗട്ട് നടത്തിയെന്ന് പറഞ്ഞ് ആരും അതൊരു ബുദ്ധിമുട്ടാകാനോ എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനോ തോന്നരുത്. സോ എനിക്ക് ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും റിലേറ്റീവ്സും എല്ലാവരും വേണമായിരുന്നു. വളരെ ബുദ്ധിപൂർവ്വമായിരുന്നു ഞാൻ ഒരു കമ്മൗട്ട് നടത്തിയത്. ഇപ്പൊ ചേച്ചി, എല്ലാ അച്ഛനമ്മമാർക്കും മക്കളെ പറ്റി വലിയൊരു സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആണല്ലേ. അവർ ആഗ്രഹിച്ചിരുന്ന ആ ഒരു നിലയിലേക്ക് എത്തുക എന്നത് ഇപ്പോഴും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത്തരം ലക്ഷ്യങ്ങൾ ഇപ്പോഴുണ്ടോ? അച്ഛൻ എപ്പോഴും വിളിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് IAS എന്നുള്ളത്. സിവിൽ സർവീസ് എഴുതുക എന്നുള്ളതായിരുന്നു അച്ഛന്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പക്ഷെ എനിക്ക് അതൊരു വലിയൊരു കടമ്പയാണ്. ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട് സൈഡിൽ കൂടി. പക്ഷെ എനിക്ക് എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് സിനിമ, അതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് HP-യിൽ ബാംഗ്ലൂർ. സോ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. വീട്ടുകാർക്കൊക്കെ ഇഷ്ടമാണോ അഭിനയിക്കാനൊക്കെ? അഭിനയ മേഖലകളിലേക്ക് പോകാനായിട്ടൊക്കെ ഇഷ്ടമാണോ? അതോ ഒട്ടും ഇഷ്ടമല്ല. അഭിനയം ഇഷ്ടമല്ല? അല്ല, എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ഒരു അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടേ ഉള്ള ആളല്ല. ഓക്കെ. വീട്ടുകാർക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ സിനിമയൊക്കെ കാണാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടം ഭയങ്കര ഇഷ്ടമൊന്നും ആയിരിക്കത്തില്ല. ഓക്കെ. അപ്പൊ നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ വരുമ്പോ ആ ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോ ഓക്കെ എന്റെ മകളാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തതെന്നൊക്കെ പറയുമ്പോ അവർക്ക് സന്തോഷം ഡെഫിനറ്റ്ലി വരുമല്ലോ. വരുമായിരിക്കും, മേ ബി. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം അല്ലേ? അതെ അതെ. ഓക്കെ. ഇപ്പൊ ചേച്ചി, കാലങ്ങളായിട്ട് ആൺ പെൺ മുഖങ്ങൾ മാത്രം കണ്ട് ശീലിച്ച, അല്ലെങ്കിൽ അവർ ആധിപത്യം പുലർത്തുന്ന മേഖലകളാണ് മോഡലിംഗും അഭിനയവും ഒക്കെ അല്ലേ. അവിടേക്കൊരു ട്രാൻസ്ജെൻഡർ വനിത എത്തുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്? വേണ്ടത്ര അവസരങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക്? തീർച്ചയായിട്ടും അവസരങ്ങൾ വളരെ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അതങ്ങനെയാണല്ലോ. കാരണം ഇപ്പോ ഒരു മോഡലിംഗ് ഷൂട്ട് അവര് ഡിസൈൻ ചെയ്യാൻ നേരത്ത് അത് മേ ബി അതൊരു ഫീമെയിലിനെ കൊണ്ടോ അല്ലെങ്കിൽ മെയിലിനെ കൊണ്ടോ ചെയ്യിക്കാനുള്ള രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അത് മാറ്റി ചിന്തിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് മാത്രമേ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. സോ ഒരു തോട്ട് പ്രോസസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് ഉണ്ടാകത്തുള്ളൂ. സോ അത് കുറച്ച് നാളൊക്കെ കൂടി കഴിയണം അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്താനായിട്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് മോഡലിംഗ് വർക്കിലേക്ക് ഇൻവോൾവ് ആകാനായിട്ട് എനിക്കും ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എനിക്ക് മോഡലിംഗ്, ആക്ടിങ് അതല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ലൈക്ക് ഞാനൊരു കോർപ്പറേറ്റ് എംപ്ലോയി ആണ്. എനിക്ക് ഇന്നൊരു കാര്യം മാത്രമേ ചെയ്തു നിൽക്കാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ വാശിയില്ലായിരുന്നു. കാരണം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ട്. സോ എനിക്ക് ജോലി ചെയ്യാം. ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു ആദ്യം. അതിനുശേഷം ഞാനൊരു കോർപ്പറേറ്റ് എംപ്ലോയി ആയി. സോ ഐ ക്യാൻ വർക്ക്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വർക്ക് ചെയ്തും ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ മോഡലിംഗ് മാത്രം നോക്കി കണ്ടിട്ട് അതിന്റെ വർക്ക് പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കണ്ട, അങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു തോട്ട് എനിക്കില്ലായിരുന്നു. സോ ഞാൻ ഈ ജോലിക്ക് കയറിയതിനു ശേഷമാണ് എനിക്ക് ഈ ഫിലിം വരുന്നത്. സോ ഞാൻ പാരലി വർക്ക് ഫ്രം ഹോം എടുത്തിട്ടാണ് ഞാൻ സിനിമയും കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു ചേച്ചി? ശ്രീനാഥ് ഭാസിയെ പോലുള്ള ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ വളരെ ചെറിയൊരു റോളാണ് എനിക്കുള്ളത്. എന്നാലും ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ സ്ക്രീൻ പങ്കിടാനായിട്ട് പറ്റിയതാണ്. മിഥുട്ടി, നമ്മുടെ ആവേശത്തിൽ മിഥുട്ടി, മനോജ്, ഷോൺ റോമി, അങ്ങനെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഉള്ള ഫിലിമാണ്. സോ നെക്സ്റ്റ് മേ ബി ഓണത്തിനായിരിക്കും റിലീസ്. അപ്പൊ എന്താണേലും കാണാം. അത് മാത്രല്ല, ഇതിനും നല്ല 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 അവസരങ്ങളൊക്കെ വരട്ടെ എന്ന് പറയാണ് കേട്ടോ. കുറച്ചുകൂടെ നല്ല കട്ടിയുള്ള കഥാപാത്രങ്ങൾ ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഒരു ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ടായിരുന്നു, പാർവതി തിരുവോത്ത് ചെയ്ത പോലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ചേച്ചി, ഇപ്പോ സിനിമ അഭിനയത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ളത്? ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് പങ്കിടണമെന്ന് ആഗ്രഹമുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് കാണുമല്ലോ, അങ്ങനെ ആരായിരിക്കും? ഒന്നല്ല, അത് ഒരുപാടുണ്ട്. എനിക്കത് ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ്. മമ്മൂക്ക, ലാലേട്ടൻ തുടങ്ങി അത് തീരത്തില്ല. എനിക്ക്
ഏറ്റവും ആഗ്രഹം എന്ന് വെച്ചാൽ മണിരത്നം സാറിന്റെ സിനിമയിലൊരു ഭാഗമാകുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം. അവിടേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുമോ അറിയത്തില്ല. എന്തായാലും എത്താൻ പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടെ പറയാനു കേട്ടോ. ഓ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ചേച്ചി ഇപ്പോ മുഖം കാണിക്കൽ എന്നതിനപ്പുറത്തേക്ക് അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിലേക്ക് കൂടി പരിഗണിക്കപ്പെടുക എന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളോടൊപ്പമുള്ള അല്ലെങ്കിൽ സിനിമയും അഭിനയവും ഒക്കെ തൊഴിലാക്കിയ ആളുകൾക്ക് പോലും അത്തരം പരിഗണനകൾ കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനെപ്പറ്റി എന്താണ് ചേച്ചിക്ക് പറയാനായിട്ടുള്ളത്? അതായത് ഡയറക്ടേഴ്സ് എഴുതുന്ന ആളുകള് ട്രാൻസ്ജെൻഡർ വ്യക്തികളെയൊക്കെ ആ ഒരു ട്രാൻസ് കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കാസ്റ്റ് മനസ്സിലേക്ക് ആലോചിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊക്കെ അല്ലാത്ത റോൾ, ഇപ്പോ എല്ലാ സിനിമകളിലും ഉള്ള റോളുകളായിരിക്കും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്, അങ്ങനെ എല്ലാ സിനിമകളിലും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളിലേക്കും കൂടി ആലോചിക്കണം എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ട്രാൻസ് ആയിട്ടുള്ള കഥാപാത്രം അല്ലാതെ തന്നെ മറ്റു കഥാപാത്രങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്, ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം കഥാപാത്രങ്ങളിലേക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൂടുതലും അവസരങ്ങൾ ഉണ്ടാകത്തുള്ളൂ. കാരണം ട്രാൻസ് ക്യാരക്ടേഴ്സിന് അങ്ങനെ വെറുതെ അങ്ങ് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു സിനിമയിൽ വെറുതെ ഇന്നൊരു ട്രാൻസ് ക്യാരക്ടറിനെ വെച്ചേക്കാം അങ്ങനെ പറഞ്ഞ് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതിന് ഒട്ടും ഡെപ്ത് ഉണ്ടാകത്തില്ല. ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര റെയർ ആയിട്ട് ബ്യൂട്ടിഫുള്ളി അഞ്ജലി അമീറൊക്കെ ചെയ്ത പോലെ മമ്മൂക്കാടെ കൂടെ അങ്ങനത്തെ റോളൊക്കെ ആയിരിക്കണം. അതൊക്കെ വളരെ റെയർ ആയിട്ട് വരുന്നതാണ്. അങ്ങനെ ഒരു മാറി ചിന്തിക്കണം. ഇപ്പൊ എനിക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ആളുകള്. ഓക്കെ, അപ്പൊ ചേച്ചി ഇപ്പൊ നമുക്ക് ചേച്ചി 2021 മിസ് ട്രാൻസ് ഗ്ലോബലിലെ ടൈറ്റിൽ വിന്നർ ആയിരുന്നു. അപ്പൊ നമുക്കൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒന്നാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നല്ലേ. ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കാന്ന് പറയുന്നത് അതൊരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തത് എങ്ങനെയായിരുന്നു? അതെങ്ങനെ ബിൽഡ് ചെയ്യുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എനിക്ക് എന്റെ സപ്പോർട്ടിങ് സിസ്റ്റം തന്നെയായിരുന്നു. എന്റെ ഫ്രണ്ട്സും മെന്റേഴ്സും ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എന്നെ ബൂസ്റ്റ് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാനായിട്ട് ഒട്ടും ഓക്കെ അല്ലാത്ത ഒരാളാണ്. ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കും. ബാക്കിയുള്ളവരെന്നെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയാണ്. മാത്രമല്ല ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമകളുടെ അവസരങ്ങൾ പോലും ചോദിക്കില്ല. ഒരു ഡയറക്ടറെ കാണുമ്പോ അടുത്ത സിനിമയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം, അങ്ങനെ പോലും പറയാൻ പറ്റത്തില്ലാത്ത ആളാ ഞാൻ. അങ്ങനത്തെ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുടെ ലിമിറ്റേഷൻസ് ഭയങ്കരമായിട്ടുണ്ട്. സോ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ നവോദയ സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് അവിടുത്തെ അസംബ്ലിക്കൊക്കെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ അസംബ്ലി. ഒരു 1/2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അസംബ്ലിയാ. കഥ, കവിത, ക്വിസ് പ്രോഗ്രാം, ന്യൂസ് റീഡിങ്, അതെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ എപ്പോഴും ചെയ്യുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്റ്റേജ് ഫിയർ എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു. ഓഡിയൻസിനെ ഫേസ് ചെയ്യുമ്പോ പേടിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഇല്ലായിരുന്നു. അതങ്ങനെ യൂസ് ചെയ്ത് മേ ബി അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ അവിടെ ഇൻട്രോവേർട്ട് ഒന്നും ആവില്ലായിരുന്നല്ലോ, അവിടെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഇൻട്രോവേർട്ട് ആവില്ല അവിടെ ഞാന്. സ്റ്റേജ് ഫിയർ എനിക്കില്ലായിരുന്നു. തുടക്കമൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങനെ യൂസ് ചെയ്ത് ഇല്ലാതായത്. എനിക്ക് എന്റെ അച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നു. അച്ഛൻ എന്നെ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുപ്പിക്കുമായിരുന്നു പണ്ട് കൊച്ചിലെ. അപ്പൊ മേ ബി അങ്ങനെ ആയിരിക്കും അത് ഇതില്ലാതെ. പക്ഷെ അത് സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ ഒരാളെ കാണുമ്പോ ഞാൻ സംസാരിച്ചു കഴിഞ്ഞ രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ പിന്നെ നിൽക്കും. അങ്ങനെ ബബ്ലി ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന ഒരാളല്ല. എന്നെ കാണുന്ന എല്ലാരും ചോദിക്കുന്ന കാര്യം അത്. ഞാൻ എന്നെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അവർക്ക് ഒരു ധാരണകൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെയൊക്കെ ആകും എന്നുള്ളത്. അത് മുഴുവനും ബ്രേക്ക് ചെയ്തുകൊണ്ടായിരിക്കും എന്നെ കാണുന്നവര്. എന്നെ കാണുമ്പോ ഞാൻ ഹായ് പേരെന്താണ് അത് ചോദിച്ചു കഴിഞ്ഞ് പിന്നെ മിണ്ടാതിരിക്കും. അപ്പൊ ചേച്ചി ഇപ്പൊ കുറച്ച് ആ ഒരു ഇൻട്രോവേർട്ടിൽ നിന്നും കുറച്ച് മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇൻട്രോവേർട്ടിന് മാറ്റം ആംബിവേർട്ട് ആവും. കാരണം ഞാൻ കംഫർട്ട് സോൺ ആയിട്ടുള്ള ആൾക്കാരുടെ സംസാരിക്കും. എക്സ്ട്രോവേർട്ട് ആവുമോന്ന് തന്നെ അറിയത്തില്ല. അങ്ങനെ എക്സ്ട്രോവേർട്ട് ഫീൽ ആയിട്ടേ ഇല്ല. കാരണം അങ്ങനെ ഞാൻ ആവില്ല. കാരണം ഇപ്പൊ എനിക്ക് മീഡിയനെ എവിടെയെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോൾ മീഡിയകൾ ഇങ്ങനെ പുറകെ വരുമല്ലോ, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ വരും എനിക്ക്. അത് പൊതുവെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഇതാണ്.
അത് കാണുമ്പോ ഒരു താല്പര്യമില്ലായ്മ അതൊക്കെ. പക്ഷെ ചില ആൾക്കാരൊക്കെ ഭയങ്കര രസമായിട്ട് മീഡിയാസിന്റെ അടുത്ത് സംസാരിക്കും. അങ്ങനെ എനിക്ക് അങ്ങനെ ഫേസ് കൊടുക്കാനായിട്ടോ അതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, അപ്പൊ ചേച്ചി ഈ ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കുന്ന സമയത്തുണ്ടല്ലോ, പ്രതീക്ഷ ഉണ്ടായിരുന്നോ വിന്നർ ആകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ പങ്കെടുക്കുന്ന സമയത്ത്? വിന്നർ ആകും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. പക്ഷെ കൂടുതൽ ആൾക്കാരൊക്കെ ഈ ഫിലിപ്പീൻസ് ഒക്കെ ഭയങ്കര ടഫ് കോമ്പറ്റീറ്റർ ആയിരുന്നു. അപ്പൊ വിൻ ചെയ്യും എന്നൊന്നും വിചാരിച്ചില്ല. ഒരു ടോപ്പ് 5 വരെയൊക്കെ എത്തും അങ്ങനെയൊക്കെ വിചാരിച്ചുള്ളൂ. ഓക്കെ, അപ്പൊ അതിലേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചേച്ചി? ലാസ്റ്റ് റൗണ്ടിലെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു 3-4 വർഷം മുമ്പുള്ള, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയൊന്നുമില്ല. എനിക്കൊന്നും മിസ് ട്രാൻസ് ഗ്ലോബൽ ആ ഒരു ഓർഗനൈസേഷന്റെ പഞ്ച് ലൈൻ അത് ഞാൻ വിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, ലൈക്ക് എങ്ങനെ ഹെൽപ്ഫുൾ ആകും, അങ്ങനെ എന്തോ ആയിരുന്നു ഫൈനൽ ക്വസ്റ്റ്യൻ. അപ്പൊ ചേച്ചി നമുക്ക് ചെറിയൊരു കുട്ടി ഗെയിമിലേക്ക് കടന്നാലോ? ഓക്കെ. അത് ഗെയിം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറയും. അത് 3 ഇമോഷൻസ് വെച്ച് പറയണം: സന്തോഷം, സങ്കടം, ദേഷ്യം. ഓക്കെ, അപ്പൊ അഭിനയം എനിക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ആ ഒരു ശബ്ദത്തിലൂടെ ഞാനതങ്ങ് ഗ്രഹിച്ചെടുക്കാട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡയലോഗ് ഇതാണ്: തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി, ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു ഡയലോഗ് 3 ഇമോഷൻസ് വെച്ച് പറയണം. ഞാൻ ഈ ഡയലോഗ് എന്തെങ്കിലും ചെറിയതൊക്കെ ആയിരിക്കും. അയ്യോ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയലോഗാ. ഒന്നുകൂടി പറഞ്ഞേ. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി, ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ റെഡി ആട്ടോ, ക്യാമറ റെഡി അല്ലേ? ഹാപ്പി. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി, ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി കുറച്ച് ദേഷ്യത്തോടു കൂടി ഒരു ഡയലോഗ് പറഞ്ഞേ. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി, ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ഉള്ളൂ ബാക്കി. അയ്യോ, അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അയ്യോ. ഓക്കെ, ഇനി ഭയങ്കര സങ്കടത്തോടു കൂടി ആ ഒരു ഡയലോഗ് പറയും. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി, ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ഉള്ളൂ ബാക്കി. അയ്യോ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ അപ്പൊ നമ്മൾ അടുത്ത ഡയലോഗിലേക്ക് പോയാലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള തരണം. ഇത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സിനിമയിലെ ഡയലോഗാ, തട്ടത്തി മറയത്ത്. അതിലെ മറ്റേ ആ വരാന്തയിലൂടെ ആയിഷയും വിനോദും നടന്നു പോകുന്ന ആ ഒരു സീനില്ലേ, അതാണ് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഡയലോഗ് ഒന്ന് പറയാം. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ആയിഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാ കാറ്റ് അത് അവരുടെ തട്ടത്തിലും മുടിയിലുമൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇത് മുഴുവൻ ഞാൻ എങ്ങനെ ഓർത്ത് വെച്ച് പറയുമോ? വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാ കാറ്റുണ്ട്. അവിടെ വരെ പറഞ്ഞാൽ മതി. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരു ഡയലോഗും കൂടെ ഉണ്ട്, പറയട്ടെ? അത് നമ്മുടെ മീശ മാധവനിലെ ഡയലോഗാണ് കേട്ടോ. മാധവൻ കള്ളനാ, പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല. സിമ്പിൾ ഡയലോഗ്. ഓക്കെ. മാധവൻ കള്ളനാ, പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല. ഓക്കെ. മാധവൻ കള്ളനാ, പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല. ഓക്കെ, അടുത്തത്. മാധവൻ കള്ളനാ, പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല. ഓക്കെ, സൂപ്പർ സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കൊളവായിട്ടാ പറഞ്ഞത്, എന്നാലും പറ്റുന്ന പോലെ മാക്സിമം ട്രൈ ചെയ്തല്ലോ. ഇപ്പൊ ചേച്ചി ഇതുപോലെ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ഓർത്തിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞു നടക്കുന്ന ഡയലോഗുകൾ സമ്മാനിക്കാനായിട്ട് ശ്രുതി സിതാരയിലൂടെ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ചേച്ചിയുടെ ജേർണിയെ പറ്റിയൊക്കെ കേട്ടു, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ചേച്ചി ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു വലിയൊരു സിനിമാ നടിയാകാനായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഒക്കെ ചെയ്ത് വലിയൊരു നിലയിലേക്ക് ഇനിയും എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ചേച്ചി. താങ്ക് യു സോ മച്ച്. അപ്പോ ഒരുപാട് സന്തോഷം റെഡ് കാർപ്പറ്റുമായിട്ട് ഇത്രയും സമയം ചെലവഴിക്കാൻ പറ്റിയതിന്. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺ.